നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഡെവലപ്മെന്റ് അങ്ങ് സുപ്രീം കോടതിയിൽ തന്നെയാണ്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളിൽ ഇടപെട്ടുകയാണ് സുപ്രീം കോടതി. പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. അതേസമയം കൗൺസിലിംഗ് സ്റ്റേ ചെയ്യാൻ ബെഞ്ച് വിസമ്മതിച്ചു. ജൂലൈ 8-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചുവെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, അഹ്സനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങുന്ന ബെഞ്ച് കുറ്റപ്പെടുത്തി. മറുപടി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ മുൾമുനയിലാക്കിയിട്ടുള്ള ഈ സംഭവത്തിൽ എന്തായാലും വിദ്യാർത്ഥികൾക്കൊരു പോംവഴി ഉണ്ടാകേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ ആ ഒരു ഇടപെടൽ ശുഭസൂചകമായി തന്നെ കാണാമോ? ഈ പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഹേതുവായി മാറുമ്പോൾ നമുക്ക് പരിശോധിക്കാം. ഷാജിർ ഖാൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ തത്സമയം ചേരുന്നുണ്ട്. ലിജീഷ് കുമാർ സൈലം ഏജൻസിയുടെ പഠന ഏജൻസിയുടെ ഡയറക്ടർ കൂടിയാണ്. ഒപ്പം സരസ്വതി വിദ്യാർത്ഥിനിയൂടെ നമ്മോടൊപ്പം വിദ്യാർത്ഥി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തത്സമയം വിവരിക്കാൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷാജിർ ഖാൻ, ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നതിന് നിതാന്തമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, വലിയ പ്രക്ഷോഭം രാജ്യത്ത് നമ്മുടെ പവിത്രമായിട്ടുള്ള ഒരു ദേശീയ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ പവിത്രത പോലും കളങ്കപ്പെട്ടു എന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വ്യാഖ്യാനമുണ്ടാകുന്നത്. ഇന്നിപ്പോൾ കേസിന് അന്തിമമായി അടുത്ത മാസം ജൂലൈ 8-ാം തീയതിയാണ് പരിഗണിക്കാൻ പോകുന്നത്. വിശദീകരണം കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും ചോദിച്ചിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമുക്കറിയാം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ പോലും വിശ്വാസയോഗ്യമല്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ആശങ്ക ഇപ്പോഴും തുടരുകയാണോ ശ്രീ ഷാജിർ ഖാൻ? തീർച്ചയായിട്ടും ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശം അത് പ്രതീക്ഷ നൽകുന്നതാണ്. ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ സുതാര്യമല്ല എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിനകത്തൊരു വ്യാപം അഴിമതിയെപ്പോലെ തന്നെ മധ്യപ്രദേശിൽ പണ്ടുണ്ടായ പരീക്ഷാ ക്രമക്കേട് നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. അതേപോലെ ഒരു വലിയൊരു ക്രമക്കേടിനാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ പരീക്ഷ നടത്തിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നേതൃത്വം കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 23 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷ, അതിൽ 13.16% വിദ്യാർത്ഥികൾ ഇപ്പോൾ അതിനുള്ള റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്, യോഗ്യതാ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ഒറ്റയടിക്ക് ഈ പറയുന്ന 67 വിദ്യാർത്ഥികൾ 1-ാം റാങ്ക് നേടിയെന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക പട്ടണത്തിൽ പോലും വിശ്വസനീയമായ കാര്യമല്ല. അപ്പോൾ അത് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതിനിപ്പം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചെടുക്കണം. പക്ഷേ ഒരു തെളിവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഈ പരീക്ഷ നടത്തിപ്പിൽ കൃത്രിമങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളുടെ ആശങ്ക വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ ലോകം പ്രകടിപ്പിക്കുന്ന ആശങ്ക വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് NTA പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ ലോജിക്കലല്ല. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗ്രേസ് മാർക്ക് കൊടുത്തതുകൊണ്ടാണ് ചിലർക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ ഇടയായത് എന്ന് പറയുന്നത്. ഗ്രേസ് മാർക്ക് പോലും കൊടുത്ത നടപടിയെ സംബന്ധിച്ച് ഇപ്പോൾ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോർട്ടിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്ത ഹൈക്കോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്? ഒരു ദേശീയ പരീക്ഷ, അത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും അതിലൊരു റാങ്ക് പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം അതിൽ കുറേയേറെ വിദ്യാർത്ഥികൾക്ക് സമയം നഷ്ടപ്പെട്ടു, എഴുതാനുള്ള സമയം നഷ്ടപ്പെട്ടു എന്നൊരു പ്രശ്നം, അത് വസ്തുതയാണ്. ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു. കാരണം ചോദ്യപേപ്പർ കൊടുത്തതിനകത്ത് സമയതാമസമുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ CCTV പരിശോധിച്ചപ്പോൾ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചോദ്യപേപ്പർ ചോർന്നു. ഇപ്പോൾ നേരത്തെ ഉത്തരക്കടലാസ് സൂചിക ചോർന്നതുപോലെ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നത് ഇപ്പോൾ ഒഡീഷയിലും ബീഹാറിൽ നിന്നും അത് സംബന്ധമായ കാര്യങ്ങൾ വന്നല്ലോ. അപ്പോൾ രാജ്യവ്യാപകമായി ഇതിനെ സംബന്ധിക്കുന്ന ഇതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിക്കുന്ന ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഹരിയാനയിലെ ഒരു സെൻറ്ററിലെ 6 വിദ്യാർത്ഥികൾക്കാണ് ഒറ്റയടിക്ക് 1-ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. അതെങ്ങനെ ലഭിക്കും? ഈ പരീക്ഷ ഇതിൻ്റെ ഘടന അനുസരിച്ച് ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു സെൻറ്ററിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് ഒറ്റയടിക്ക് 1-ാം റാങ്ക് കിട്ടുന്ന തരത്തിൽ
ഈ പരീക്ഷ നടത്തിപ്പ് എങ്ങനെ അവിടെയാണ് ശ്രീ ഷാജിദ് ഖാൻ, അതായത് നോക്കൂ, നമ്മൾ വ്യാപം അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ. കാരണം ഉത്തരേന്ത്യയിലേക്ക് ഇതിൻ്റെ ഒരു സുതാര്യത സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങൾക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ പല സ്റ്റേറ്റുകളിലൊക്കെ. ഹരിയാനയിൽ ഒരു ടെസ്റ്റിംഗ് ഒരു സെൻറ്ററിൽ തന്നെ ഒരു 6 പേർക്ക് നോക്കൂ, 2021 ഒന്നോ 2020 2 പേര്, അല്ലെങ്കിൽ 2020 2 പേര്, 2023 2021 3 പേര്, അങ്ങനെ പിന്നീട് വരുമ്പോൾ നോക്കൂ, വളരെ കുറച്ച് ഒരു സെൻട്രലിൽ നിന്നും, ഒരു സ്റ്റേറ്റിലെ ഒരു സെൻട്രലിൽ നിന്ന് തന്നെ 6 പേരൊക്കെ മുൻനിരയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിലൊരു സമഗ്രമായി നോക്കൂ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്താണ് പറയുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്ന ഈ വിശദീകരണങ്ങൾ? കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലവൻ വന്ന് പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് പഴയ NCERT പുസ്തകം, പിന്നീടുള്ള പുതിയതുമായി ബന്ധപ്പെട്ട് വന്ന ഉത്തരക്കടലാസിലെ പോരായ്മകൾ, ലക്ഷോപലക്ഷം ആളുകൾ, 3 ലക്ഷത്തിലധികം ആളുകൾ അവിടെ പരീക്ഷ എഴുതാൻ വന്നു, അതിലൊരു ഗണ്യമായ, പിന്നെ ഈ കാലതാമസവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രേസ് മാർക്ക്, അത് സുപ്രീം കോടതി ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും ആളുകൾ മുൻനിരയിലേക്ക് വരിക, നമുക്കൊരു, താങ്കൾ പറഞ്ഞതുപോലെ വെള്ളരിക്കപ്പട്ടണം ഇത് തോന്നിപ്പോവുകയില്ല. ഇതുമൂലം വിദ്യാർത്ഥികൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഈ 67 പേർ മുൻനിരയിലേക്ക് 1ാം റാങ്കിലേക്ക് വരുമ്പോൾ പ്രവേശനത്തിലെ ആ ഒരു അനിശ്ചിതത്വം എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തലത്തിലേക്ക് വരുമ്പോൾ? അതായത് ചില ആളുകൾക്ക് വേണ്ടി അവർ ഇതിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം. അതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം അതാണ്. അപ്പോൾ ആ മാനിപ്പുലേഷൻ, അതിനകത്ത് അർഹരല്ലാത്ത ചില ആളുകൾ കയറി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ലക്ഷം ആളുകൾ ആ റാങ്ക് പട്ടികയിൽ വരികയും അതിൽ ചില ആളുകൾ ഒറ്റയടിക്ക് മുൻനിരയിലേക്ക് വരികയും ചെയ്താൽ, അങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ അവരെ പരിശോധിക്കണം. അവർ ഏത് വിധത്തിലുള്ളവരാണ്, യഥാർത്ഥത്തിൽ അവർ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ, എങ്ങനെയാണ് അവർക്കിതിൽ ഒരേപോലെ വരാൻ കഴിഞ്ഞത്? ആൻസർ അപ്പോൾ 720 എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത് ശ്രീ ഷാജിദ് ഖാൻ. അതായത് പലരും ഈ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടത് ഇത് 2 കാര്യങ്ങളാണ്. ഇതിൽ മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അത് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഒരു സമിതിയെ അവർ നിശ്ചയിക്കുന്നു. അതിനപ്പുറത്തേക്ക് CBI അന്വേഷണം അടക്കം IMA ആവശ്യപ്പെടുന്നു. നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ ഫലം വന്നു, അവരിനി ഉപരിപഠനത്തിനായി പോവുകയാണ്. അവരുടെ മുന്നിലുള്ള ആശങ്കയാണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മെ സംബന്ധിച്ചോളം. അവർക്കുണ്ടാകാവുന്ന അനിശ്ചിതത്വം എന്തായിരിക്കാം? ഇത്രയും ആളുകൾ മുൻനിരയിലേക്ക് വരുന്നു. കേരളത്തിലടക്കം നിരവധി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു. കൂടുതൽ പേരും എയിംസിലൊക്കെ കഴിഞ്ഞ തവണ കൂടുതൽ മുൻനിര മെഡിക്കൽ കോളേജുകളിലേക്ക് ആശ്രയിച്ചിരിക്കുന്നവരായിരിക്കും. അവരുടെ മുന്നിൽ അവരെ ത്രിശങ്കൂലാക്കുന്ന കാര്യങ്ങൾ ഇതുവഴി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അല്ല, മെഡിക്കൽ പ്രൊഫഷനാണെന്ന് ഓർക്കണം. ജനങ്ങളുടെ ആരോഗ്യം കൈകാര്യം ചെയ്യേണ്ടുന്ന, ഡോക്ടർമാരെ സൃഷ്ടിക്കേണ്ടുന്ന, അതിലേറ്റവും യോഗ്യരായ ആളുകൾ മാത്രം കടന്നു വരുമെന്ന് ഉറപ്പാക്കാനുള്ള ഒരു പരീക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. അത് സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയാണ്. സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും വളരെ മികച്ച രീതിയിൽ, ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ കേന്ദ്രീകൃതമാക്കി 10-23 ലക്ഷം പേർ ഒന്നിച്ചെഴുതുന്ന ഒരു പരീക്ഷയാക്കി മാറ്റിയത് തന്നെ യഥാർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അന്നേ തന്നെ വിമർശനങ്ങളുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രീകൃതമായ പരീക്ഷയായി. ശരി ഷാജിദ് ഖാൻ, എന്തായാലും നമുക്ക് ആ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ ആശങ്ക കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സരസ്വതി എന്ന വിദ്യാർത്ഥി പരീക്ഷ എഴുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സരസ്വതി പരീക്ഷ എഴുതി, സരസ്വതിയെ പോലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ രാജ്യത്ത് കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് ആശങ്കകൾ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഒക്കെയുണ്ട്. അതെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? കാരണം മുൻനിരയിലേക്ക് 67 പേരാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ 1ാം റാങ്ക് നേടി എത്തുകയാണ്. അങ്ങനെ അതേ രീതിയിൽ മുൻനിരയിലേക്ക് വരുന്ന ഒരുപാട് പേർ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ആശങ്ക എന്താണ് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ? ഇപ്പൊ ഈ വർഷം നീറ്റ് എഴുതിയിട്ട് എനിക്ക് കിട്ടിയത് 652 മാർക്ക്. അപ്പം കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 7000 വരേണ്ടതാണ്. പക്ഷെ ഇത്തവണ അത് 27,000 ആയിട്ട് മാറി. അപ്പം ആകെപ്പാട് 25,000 സീറ്റേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരു കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. അപ്പം കട്ട് ഓഫ് ആണെങ്കിലും ഒരുപാടധികം ഉയർന്നു വന്നു. ഇപ്പം ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 610 ആയിരുന്നു കട്ട് ഓഫ്. ഇത്തവണ ഏകദേശം ഒരു 660 ആവും. മാത്രമല്ല കേരളത്തിലാണെങ്കിൽ ഒരു 680 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും അധികം ഒരു ഇൻക്രീസ് വരുന്ന എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിക്കണമല്ലോ. മാത്രമല്ല ഈ ഗ്രേസ് മാർക്ക് കൊടുത്ത് ഇതുവരെ നീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അതിനു മുമ്പ് NTA ഇങ്ങനെ ഗ്രേസ് മാർക്ക്, അതും ടൈം കിട്ടാത്ത ആളുകൾക്ക് ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ടൈം കിട്ടിയില്ല എങ്കിൽ അത് ടൈം വെച്ച് തന്നെ കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ. അത് 1 മിനിറ്റിൽ ഒരാൾ ഇത്രയും 1 മിനിറ്റിൽ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മാക്സിമം എഴുതുക.
അപ്പം അതെല്ലാം കറക്റ്റായിട്ട് അതിനെല്ലാത്തിനും 4 മാർക്ക് വീതം കൊടുക്കുമ്പോൾ 15 × 4 ഒരു 60 മാർക്കോളം വെറുതെ കിട്ടുന്ന പോലെ. അപ്പൊ തന്നെ ഒരു മാർക്കിന് തന്നെ ഒരുപാട് വിലയുണ്ട്. ഓരോ റാങ്ക് അങ്ങ് പിന്നോട്ട് പോവുകയാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇപ്പം. അപ്പൊ ഇനി എന്താവും അറിയില്ല. ഇനിയിപ്പം റീവാലുവേഷൻ ആണോ അതോ നീറ്റ് നടക്കുമോ എന്നുള്ളത് സുപ്രീം കോടതി. അതൊക്കെ വരുമ്പോൾ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ കേസ് പോലും പരിഗണിക്കുന്നത് അടുത്ത മാസം ജൂലൈ 8-ാം തീയതിയാണ്. അപ്പോൾ പരീക്ഷ റദ്ദാക്കണമോ അതല്ല മറ്റ് ഈ മൂല്യനിർണ്ണയമാണോ? പക്ഷേ ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പരീക്ഷയ്ക്ക് ശേഷമുള്ള കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കൂടി സുപ്രീം കോടതി പറയുകയാണ്. അതിന് സ്റ്റേ എന്തായാലും നൽകിയിട്ടില്ല. അപ്പോൾ അക്കാര്യത്തിലൊക്കെയുള്ള ആശങ്ക എന്താണ്? അത് ഭയങ്കര ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. ഇപ്പം എക്സാം ഇപ്പം റദ്ദാക്കണം എന്ന് ഞാൻ തീർത്തും അറിയില്ല. അതിലിപ്പം പേപ്പർ ലീക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടി റീനീറ്റ് നടത്തണം. അതിപ്പോ സുപ്രീം കോർട്ട് അല്ലെങ്കിൽ CBI ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ എന്തെങ്കിലും വേണം. ഇപ്പം 1600 കുട്ടികൾക്കാണ് ഇവർ ഗ്രേസ് മാർക്ക് കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് മാറ്റിയാൽ കൂടി തന്നെ ഇത്രയും ഒരു റാങ്ക് ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഇല്ല. അപ്പം പേപ്പർ ലീക്ക് ഉണ്ടോ എന്ന് പോലീസും CBI അങ്ങനെ ആരെങ്കിലും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് തീർത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ആർക്കും ഇപ്പൊ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പം അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യണോ അതോ ഇനി റീനീറ്റ് വരുമോ എന്നുള്ള ഒരു ഭയങ്കര ആശങ്കയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒന്ന് ഇക്കാര്യങ്ങളൊക്കെ സംശയങ്ങൾ വരുമ്പോൾ, കാരണം സരസ്വതിയെ പോലെ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ്, അവർക്കൊക്കെ ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് ബന്ധപ്പെടാൻ കഴിയുന്ന എന്ത് സംവിധാനമാണുള്ളത് നിലവിൽ? ഇപ്പം NTA പ്രസ് മീറ്റിൽ തന്നെ അവരൊന്നും ഭയങ്കര ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പം ഗ്രേസ് മാർക്ക് എത്ര പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, ഏതൊക്കെ സെന്ററിലാന്ന് പറഞ്ഞിട്ടില്ല, അത് എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് കൂടി പറഞ്ഞിട്ടില്ല. ഇപ്പം 80 ആണോ അതോ 100 ആണോ 120 ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പം ഇത് എങ്ങനെയാണ് എന്ന് അറിയില്ല. ഇപ്പൊ NTA ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഞങ്ങള് ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ സെന്റേഴ്സിലാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും അവർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് അത്രയും നമുക്ക് എന്താണോ പറയുന്നത് അതേ അറിയുള്ളൂ. പിന്നെ അവർ മാക്സിമം നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കൂളായിട്ട് ഇരിക്കാനും ഒക്കെയാണ് പറയുന്നത്. തീർച്ചയായും മടങ്ങിയെത്താം. ശ്രീ ലിജീഷ് കുമാർ, സൈലത്തിലെ ഡയറക്ടറാണ് താങ്കൾ. അതോ ഈ വിദ്യാർത്ഥികളുടെ ആശങ്കയാണ്, അവർ കൂളായിട്ടിരിക്കാൻ പറയുമ്പോഴും അവർക്ക് മനസ്സ് കൂളല്ല. കാരണം നേരത്തെ പറഞ്ഞുവല്ലോ, സരസ്വതിക്ക് പറഞ്ഞ കേട്ടല്ലോ, 27,000 അല്ലെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു വലിയ വേരിയേഷനാണ് ഈ റാങ്കുകളുടെ കാര്യത്തിലായാലും ഈ സ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പട്ടികയിൽ നോക്കുമ്പോൾ വരുന്നത്. അവിടെയാണ് ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായ സംശയം. ഈ സംശയമല്ല, സംശയത്തെ ബലപ്പെടുത്തുന്ന തരത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്കിനി കാത്തിരിപ്പാണ്. ഒരു തീരുമാനം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു, ഒരു അന്വേഷണ സമിതിയെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെക്കുന്നു, അവിടെ തന്നെ ഒരു സമിതിയാണ് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പറ്റിയ, നമ്മൾ എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്ന വളരെ നൈതികതയോടുകൂടി പോകേണ്ട ഒരു സംവിധാനമാണ് കളങ്കത്തിലേക്ക് പോകുന്നത്. കളങ്കരഹിതമായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പിഴവ് വരുമ്പോൾ എത്രത്തോളം ഗൗരവമേറിയ വിഷയമാണിത് ലിജീഷ്? ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയുടെ കേസിനെ കുറിച്ച് പറയുമ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അവധിക്കാല ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ ഇപ്പോഴുള്ളത്. ഒരു ഒഴിവുകാല ബെഞ്ച് സുപ്രീം കോടതിയിൽ ഉള്ളപ്പോൾ സീനിയർ അഡ്വക്കേറ്റ്സ് ഒന്നും സുപ്രീം കോടതിയിൽ വല്ലാത്തൊരു സമയത്താണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസ് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞങ്ങൾ ഇന്ന് രാവിലെയും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ആർ ബസന്തിനെ പോലെയൊക്കെയുള്ള സീനിയർ വക്കീലന്മാരുമായി നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുമ്പോൾ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തിൽ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എല്ലാ രീതിയിലും ഗൗരവത്തിൽ ഈ കേസ് പരിഗണിക്കപ്പെടാത്ത, മാധ്യമ ശ്രദ്ധ ആവശ്യമാം വിധം കിട്ടാത്ത സമയത്തൊക്കെയാണ് റിസൾട്ട് NTA പുറത്തുവിടുന്നത് എന്നതിൽ പോലും NTA വല്ലാതെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നുണ്ട്. ഈ മാസം 14-ാം തീയതി വരേണ്ടിയിരുന്ന നീറ്റ് റിസൾട്ടാണ് 14-ാം തീയതി വരും എന്ന് NTA പറഞ്ഞ റിസൾട്ടാണ് ചരിത്രത്തിലാദ്യമായി നേരത്തെ NTA പുറത്തുവിടുന്നത്. 10 ദിവസം നേരത്തെ അത് പുറത്തുവിട്ട സമയം നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യം മുഴുവനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ദിവസം വൈകുന്നേരം 4-ാം തീയതി വൈകുന്നേരമാണ് നീറ്റ് റിസൾട്ട് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചർച്ചയിലേക്കും ഒരു മാധ്യമ ശ്രദ്ധയും വരാതെ പുതിയ ഗവൺമെൻറ് രൂപീകരണത്തിലേക്കും മറ്റ് കോൺട്രവേഴ്സികളിലേക്കും രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പോകുമ്പോഴാണ് ഇങ്ങനെയൊരു ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു റിസൾട്ട് പുറത്തുവിടലും തുടർ കേസുകൾക്ക് പോലും വലിയ ബലം കിട്ടാത്ത രൂപത്തിൽ ഉള്ള സമയം നോക്കിയുള്ള നമുക്ക് ആ ഒരു തലത്തിൽ വലിയ പൊളിച്ചെഴുത്ത് വേണം.
നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുള്ള കുഞ്ഞുങ്ങൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നിൽക്കുകയാണ്. അവർക്ക് മുന്നിൽ അവരുറ്റുനോക്കിയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ആരെ സമീപിക്കണം, ഞങ്ങൾക്ക് എത്ര നാൾ കാത്തിരിക്കണം, ഒരു റീവാല്യുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, മൂല്യനിർണ്ണയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമയം, അതല്ല പരീക്ഷ റദ്ദാക്കുകയാണോ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത്. അവരോട് നമുക്ക് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും? ഇപ്പോൾ രണ്ട് ആവശ്യങ്ങളാണ് സ്വാഭാവികമായും കോടതിയുടെ മുമ്പിലായാലും NTA-ക്ക് മുമ്പിലായാലും വരുന്നത്. അതിലൊന്ന് നിലവിലുള്ള റാങ്ക് പട്ടിക റദ്ദാക്കി പുതിയ റാങ്ക് പട്ടിക റീവാല്യൂഷൻ നടത്തി പ്രഖ്യാപിക്കുക എന്നതാണ്. രണ്ടാമത്തേത് റീനീറ്റാണ്. റീനീറ്റ് ഇപ്പോൾ സരസ്വതി തൊട്ട് മുമ്പ് സംസാരിക്കുമ്പോഴും റീനീറ്റ് നടത്തണമെന്ന ആവശ്യം ഉയരുന്നത് പരീക്ഷ നടക്കുന്നതിൻ്റെ തലേ ദിവസവും അതിനു മുമ്പിലൊക്കെയായി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ടെലിഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു വന്നിരുന്നു. എക്സാമിനേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണപ്പെട്ടു തുടങ്ങിയ പല മാധ്യമ വാർത്തകളുടെയും ബലത്തിലാണ് ഈ റാങ്ക് പട്ടിക തീർത്തും വിശ്വാസയോഗ്യമല്ലാത്ത ഒന്നാണ് എന്ന അടിസ്ഥാനത്തിലാണ് പുതിയൊരു എക്സാം എന്ന ആവശ്യം വരുന്നത്. പുതിയ എക്സാം എഴുതാനുള്ള മാനസികാവസ്ഥയിലാണോ നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്നതൊരു വലിയ പ്രശ്നമാണ്. നിലവിലുള്ള റാങ്ക് പട്ടിക റദ്ദ് ചെയ്ത് റീവാല്യുവേഷൻ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം വരുന്നത് സ്വാഭാവികമായും ഇവർ നൽകിയിരിക്കുന്ന ഗ്രേസ് മാർക്കൊക്കെയായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മത്സര പരീക്ഷയ്ക്ക് ഏതടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് പക്വമാവുക എന്നൊരു ചോദ്യം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വൈകി പരീക്ഷ തുടങ്ങി പലയിടങ്ങളിലും എന്നാണ് NTA പറയുന്നത്. ഇങ്ങനെ ഒരു പരീക്ഷ നമ്മളുടെ ഒരു PSC എക്സാമിനേഷനോ ഇവിടുത്തെ SSLC +2 എക്സാമിനേഷനോ പോലും നമുക്ക് വൈകി തുടങ്ങാൻ കഴിയില്ല. സകല തയ്യാറെടുപ്പുകളോടുകൂടെയും കുട്ടികളെ മെറ്റൽ ഡിറ്റക്ടറിനകത്തുകൂടെ വരെ സ്കാൻ ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവന്ന് ഇത്ര മണിക്ക് ശേഷം വരുന്ന ആളുകളെ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞ് കൃത്യസമയത്ത് ആരംഭിച്ച് അവസാനിക്കുന്ന ഒരു പരീക്ഷ, അതും കമ്പ്യൂട്ടർ മോഡൽ എക്സാമിനേഷൻ അല്ല, പെൻ ആൻഡ് പേപ്പർ മോഡലിൽ എഴുതേണ്ട മുൻകൂട്ടി എക്സാമിനേഷൻ സെന്ററുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും ലഭ്യമാകുന്ന ഒരു പരീക്ഷ എങ്ങനെ വൈകി തുടങ്ങി എന്നതിൽ പോലും NTA സംശയത്തിലാണ്. അതുകൊണ്ട് തന്നെ NTA ഈ പരീക്ഷ നടത്താൻ പോലും യോഗ്യമല്ലാത്തൊരു ബോഡിയായി മാറുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഈ വർഷത്തെ മാത്രം സ്ഥിതിയല്ല. പല വർഷങ്ങളിലും 2019 ഒഡീഷ നീറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നീറ്റ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. 2016-ലും 2018-ലും 2022-ലും സെപ്പറേറ്റ് നീറ്റ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പല വർഷങ്ങളിലും പലവട്ടം പരീക്ഷ നടത്തേണ്ട സാഹചര്യവും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന സാഹചര്യവും ഒക്കെ 2016 മുതൽ NTA നീറ്റ് നടത്തിപ്പ് ഏൽപ്പിച്ചത് മുതൽ ഇങ്ങോട്ടേക്കുള്ള നടത്തിപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ മാനസികമായി തീർച്ചയായും വലിയ പിരിമുറുക്കത്തിലാണ് മലയാളി, നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ. അതാണ് പ്രതിഷേധ സ്വരങ്ങളൊക്കെ തന്നെ രാജ്യത്തിന്റെ ഓരോ മേഖലകളിൽ നിന്നും ഉയരുന്നത്. ശ്രീ ഷാജിർ ഖാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരീക്ഷ നടത്തൽ പ്രക്രിയയൊക്കെ എന്തൊരു കർശന കണിശതയാണ് കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇതാണ് സ്ഥിതിയെങ്കിൽ നോക്കൂ, NTA ഇവിടെ പ്രതിക്കൂട്ടിലാവുകയാണോ? പറയുന്ന കാര്യങ്ങൾ അവർ ഈ നടത്തിപ്പിലും ഈ ഗ്രേസ് മാർക്ക് ഇത്രയും നൽകുന്നതിൻ്റെ സാഹചര്യങ്ങൾ പോലും തലകുനിച്ച് 2 നാൾ മുമ്പ് NDA-യുമായി ബന്ധപ്പെട്ട മേധാവി പറയുമ്പോൾ അദ്ദേഹം അവ്യക്തമായിട്ടാണ് മറുപടികൾ പോലും പറയുന്നത്. അവിടെയും നമുക്ക് ഈ NDA എന്ന സംവിധാനത്തെ പോലും നമുക്ക് പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ, സംശയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാം. പല സ്റ്റേറ്റുകളിലും ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ വരും നാളുകളിൽ ഏത് രീതിയിൽ ഈ സിസ്റ്റത്തെ നമ്മൾ വിശ്വസിക്കണം? ഒരു ഏകീകൃത സ്വഭാവത്തിൽ, ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് ഈ സംവിധാനം മാറുമല്ലോ, അങ്ങനെ ഒരു മോണിറ്ററിംഗ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകുമല്ലോ എന്ന് വിശ്വസിച്ച് ഈ പുതിയ സംവിധാനം വരുമ്പോൾ നമ്മൾ അതിനെ സമീപിച്ചവരാണ്. അങ്ങനെയുള്ള നമുക്കാണിത് കിട്ടുന്നത്. എത്രത്തോളം വിശ്വാസയോഗ്യമായി അല്ലെങ്കിൽ ഈ തകർച്ചയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? NDA-ക്ക് അപ്പുറത്തേക്ക് മന്ത്രാലയത്തോട് ഇപ്പോൾ വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ വീണ്ടും ഒരു നിരീക്ഷണ സമിതിയിലേക്ക് അടക്കം ഈ സംവിധാനത്തെ കൊണ്ടുപോകേണ്ടി വരികയാണോ? വിശ്വാസ്യത, സുതാര്യത, അതിൻ്റെ പവിത്രത അത് പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. ആരെയാണോ നമ്മൾ ഒരു പരീക്ഷ, ഇതേപോലൊരു പരീക്ഷ ദേശീയ തലത്തിൽ നടത്താൻ ഏൽപ്പിക്കുന്നത്, ആ ഏജൻസിക്ക് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ധാർമ്മികമായിട്ട് മാത്രമല്ല, സാങ്കേതികമായിട്ടുണ്ട്, നിയമപരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രേസ് മാർക്ക് പോലെ ഒരു മാർക്ക്, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലല്ലോ. ഇപ്പോൾ നമ്മളതിൻ്റെ മാനുവലിൽ അങ്ങനെ ഈ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്താൻ എവിടെ തീരുമാനിച്ചു? ആര് തീരുമാനിച്ചു? ആരുടെ നിർദ്ദേശപ്രകാരം? ഏത് വ്യവസ്ഥ പ്രകാരം? അപ്പോൾ ആർക്ക് കൊടുത്തു? ഏത് മാനദണ്ഡപ്രകാരം കൊടുത്തു? എത്ര മാർക്ക് ആർക്ക് കൊടുത്തു? അപ്പോൾ ഇത് പൂർണ്ണമായും മാനിപ്പുലേഷനാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഈ പരീക്ഷ നടത്താനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള ഒരു അധികാരവും ധാർമ്മികാവകാശവും ഇല്ല എന്നത് വളരെ സുവ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൾപ്രിറ്റ്സിന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക എന്നതാണ്. സുപ്രീം കോടതി ഈ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി അതിൻ്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ജൂൺ 4-ന്
ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഡേയിൽ ഇങ്ങനെയൊരു റിസൾട്ട് കൊണ്ട് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ മുൻകൂർ തീരുമാനിച്ച ഒരു മാനിപ്പുലേഷന് വേണ്ടി നടത്തിയതാണ്, അല്ലെങ്കിൽ വസ്തുതകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒഫൻസിൻ്റെ അതിൻ്റെ ആഴം, അതിൻ്റെ മാനം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ചില വസ്തുതകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡേറ്റ് തിരഞ്ഞെടുത്തത് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഏജൻസി ഇനി പരീക്ഷ നടത്താൻ പാടില്ല. ഇപ്പോൾ നടത്തിയ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം റാങ്ക് പട്ടിക അത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണം. ആ റാങ്ക് പട്ടിക അതിനകത്ത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കറക്ഷനാണ്. ആ കറക്ഷൻ എങ്ങനെ വരുത്താൻ പറ്റും? കറക്ഷൻ രണ്ട് തരത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, പൂർണ്ണമായും ഇത് റദ്ദാക്കുക, പരീക്ഷ ഒരു റീടെസ്റ്റ് നടത്താനായിട്ട് സുതാര്യമായി മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുക. ഇനി ഒരു റിവാല്യൂഷൻ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ NDA അല്ല നടത്തേണ്ടത്, മറ്റൊരു ഏജൻസിയാണ് നടത്തേണ്ടത്. ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്വതന്ത്രമായ ഒരു അക്കാഡമിക് ബോഡിയാണ് നടത്തേണ്ടത്. അതല്ലാതെ ഈ ഏജൻസിയെ ഏൽപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇനിയിപ്പോൾ ആ റാങ്ക് പട്ടികയുടെ പുനഃപരിശോധന ഈ പറഞ്ഞ ഗ്രേസ് മാർക്ക് പോലെ ആർക്കൊക്കെ കൊടുത്തിരിക്കുന്നു, എങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നു, എവിടെയൊക്കെ ഈ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു, അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഒരു സെൻറ്ററിലോ മാത്രമല്ല, വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പറയുന്ന പരാതികൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ചോദ്യപേപ്പറുകൾ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമായി, ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്ത് മാത്രമായി റീടെസ്റ്റ് എന്നുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരു ടെസ്റ്റ് നടത്തേണ്ടതായിട്ട് വരും. പക്ഷേ ഇനി ടെസ്റ്റ് നടത്തിയാൽ പൂർണ്ണമായി തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്നതാണ്, അവരെ വീണ്ടും ഒരു പരീക്ഷയിലേക്ക് തള്ളിവിടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവരോട് ചെയ്യുന്ന കുറ്റകരമായ ഒരു കാര്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ നമുക്കിതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താനും ഇതിൽ അർഹതപ്പെട്ടവർക്ക് റാങ്ക് പട്ടികയിൽ മുന്നിൽ വരാനുമുള്ള അവസരം ഉണ്ടാകണം. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പറയുന്ന 67-70 പേരൊക്കെ മുൻനിരയിൽ വന്നിരിക്കുന്നത് അവർ അർഹരാണോ എന്ന ചോദ്യമാണല്ലോ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അർഹതപ്പെട്ടവർ വരണം, അതിനാണല്ലോ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ഈ ദേശീയ തലത്തിൽ തന്നെയാണോ ഇത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തേണ്ടത്? സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ആ പ്രവേശന പരീക്ഷാ നടപടിക്രമങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതല്ലേ? പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതും ഒരു പക്ഷേ സുപ്രീം കോടതി കണക്കാക്കിയേക്കാം അല്ലേ? സുപ്രീം കോടതി അതും പരിഗണിക്കാം. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കാരണം ഇന്ത്യ പോലെ ഇത്രയും വ്യത്യസ്തമായ ഭൂപ്രദേശമുള്ള ഒരു ഫെഡറൽ സ്റ്റേറ്റ്സിനാണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്സിൽ ഇത് നടത്തിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളുടെ പരീക്ഷ നടത്താൻ പറ്റത്തില്ല, അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ പ്രായോഗികമായ പ്രശ്നവും പരിഗണിക്കണം. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന മാതിരിയുള്ള പരീക്ഷാ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടുന്ന സന്ദർഭമായി ഇത് മാറി തീർന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ ആ ഡിമാൻഡ് ഉയർന്നു വന്നു കഴിഞ്ഞു. സരസ്വതി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് റീവാല്യൂഷൻ ആണോ, അതല്ല ഇത് മൊത്തം മാറ്റി റദ്ദാക്കിയതിന് ശേഷം ഒരു പുതിയ ടെസ്റ്റിലേക്ക് പോകണോ? ഇപ്പോൾ സൈറ്റിലൂടെയൊക്കെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തന്നെ പോകുന്നുണ്ട്. ഇതിൽ പ്രകടമായ പൊളിച്ചെഴുത്തൽ വേണം. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഏജൻസിയെ മാറ്റി നിർത്തണം, നടത്തിപ്പ് ചുമതല NDA മാറ്റിയെടുത്തി പുതിയ ഒരു ഏജൻസി. എന്താണ് നിങ്ങളുടെയൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ കൂട്ടായിട്ടുള്ള ഒരു ആവശ്യം എന്ന നിലയിൽ സരസ്വതി അഭിപ്രായം? എന്താണ് വേണ്ടത്? ഇന്ത്യയിലുള്ള വിശ്വാസം കുറച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര അധികം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു റിസൾട്ട് വരും എന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പം വേറെ NMCയോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ടായിരുന്നു. NMC ഇനി ഏറ്റെടുക്കും നീറ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പേഴ്സണലി എൻ്റെ അഭിപ്രായം അതാണ്. അപ്പം കുറച്ചും കൂടി NTA മാറിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ അവര് ചെയ്യുന്ന ഒരു ക്ലാരിറ്റി കുറവാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ശരി, എന്തായാലും കൂളായിട്ടിരിക്കുക, എല്ലാം നല്ല വഴിക്ക് വരും, അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. സരസ്വതി, ശ്രീ ലിജീഷ് കുമാർ, അങ്ങ് തോന്നിയതുപോലെ അങ്ങ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു പൊതു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഇതും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ദേശീയ തലത്തിലൊരു മോണിറ്ററിംഗ് വരുമ്പോൾ അവിടെ വിശ്വസിച്ചു, ഒരു സംവിധാനത്തെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അടിമുടി അവിടെയും ദുരൂഹത വരുന്നെങ്കിൽ അതൊരു കൊലച്ചതിയാണ് വിദ്യാർത്ഥികളോട്, ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അടിയന്തരമായി, കാരണം സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തകർ, വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഏജൻസികൾ, ഇവരുടെയൊക്കെ തന്നെ കൂട്ടായ രീതിയിൽ, കാരണം സുപ്രീം കോടതിയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്, നമുക്കൊരു വിശ്വാസയോഗ്യമായ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് എങ്ങനെ വേണം? അത്
സുപ്രീം കോടതിയിൽ തുടർന്ന് അങ്ങോട്ടേക്കും ഈ കേസിൽ കക്ഷി ചേരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒഴിവുകാല ബെഞ്ചിന് മുമ്പിൽ പോലും സുപ്രീം കോടതിയിൽ ഏറ്റവും സീനിയർമാരായ വക്കീലന്മാർ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി, ഇന്ത്യയിലൊട്ടാകെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഹാജരാവും. അതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. കാരണം ഈ പരീക്ഷ അതിൻ്റെ പ്രാക്ടീസ് കാലയളവിൽ പോലും പലയിടങ്ങളിലും കുട്ടികൾക്കുണ്ടാക്കുന്ന ട്രോമകൾ വളരെ വലുതാണ്. ഇന്ത്യയിലെ പലയിടങ്ങളിലും പ്രവേശനം കിട്ടാത്തത് കൊണ്ടൊക്കെ കുട്ടികളുടെ ആത്മഹത്യയൊക്കെ സംഭവിക്കുന്ന ഒരു കാഴ്ച പോലും നമ്മളുടെ മുമ്പിലുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന മാനസികാവസ്ഥയുള്ള കുഞ്ഞുങ്ങളെയാണ് നാം വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 600 മാർക്കിന് മുകളിലെങ്കിലും കിട്ടിയാൽ പ്രവേശനം കിട്ടുമായിരുന്ന ഒരു പരീക്ഷയാണ് 660 മാർക്കിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമേ പ്രവേശനം കിട്ടൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ 60 മാർക്കൊക്കെ കുട്ടികൾക്ക്, നേരത്തെ സരസ്വതി പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 600 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണ് 60 മാർക്ക് ഗ്രേസ് മാർക്കോടുകൂടി 660-ലെത്തി പ്രവേശനം കിട്ടുക. അതിനിടയിൽ 650-ലും 640-ലും 655-ലും ഒക്കെ തട്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സങ്കടമുള്ളൊരു സാഹചര്യമാണ് സത്യത്തിൽ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി ഈ കുട്ടികളുടെ മാനസികാവസ്ഥ അപകടത്തിലാണ്. കാലങ്ങളോളം അവരിൽ ട്രോമയുണ്ടാക്കുന്ന രൂപത്തിലേക്ക് നാം മാറരുത്, നമ്മളുടെ ഭരണകൂടം മാറരുത്. ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. NTA കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് ഊന്നുന്നത് ഒരു ദേശീയ മത്സര പരീക്ഷയാണ്. അത് നടത്തുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. NDAയുടെ പ്രതിനിധി മാത്രമല്ല ഇതിൽ മറുപടി പറയേണ്ടത്. NDAയുടെ പ്രതിനിധിയുടെ പ്രതികരണം മാത്രമല്ല നാം കാത്തിരിക്കേണ്ടത്. രാജ്യത്തൊരു വലിയ പരീക്ഷ ഇത്ര ഉത്തരവാദിത്തക്കുറവോടുകൂടെ നടത്തുമ്പോൾ സെൻട്രൽ മിനിസ്ട്രി അതിന് എന്ത് ഉത്തരം പറയാനുണ്ട് എന്നത് വലിയ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തികഞ്ഞ ലാഘവത്തോടുകൂടി NDA എന്ന സംവിധാനം ഈ പരീക്ഷാ നടത്തിപ്പിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. പുതിയ സർക്കാരൊക്കെ രാജ്യത്ത് വരികയാണ്. വളരെ നൈതികതയോടുകൂടി തന്നെ ഇത്തരം പരീക്ഷകളെ സമീപിക്കാനുള്ള ആർജവം കാണണം. എവിടെയെങ്കിലും പുഴുക്കുത്തുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി തിരുത്താനുള്ള ആർജവം കൂടി ഉണ്ടാകണം. ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ആയിരങ്ങൾ, ഇവരോടൊക്കെ തന്നെ എന്തായാലും ഉത്തരവാദിത്തം നിറവേറ്റണം. അതിലേക്കുള്ള നല്ല നാളിലേക്കുള്ള ഒരു ഇടപെടലായി സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണവും ഇനിയുള്ള ഇടപെടലുകളും വഴിവെക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ഷാജഹാൻ, ഒപ്പം സരസ്വതി, ലിജീഷ് കുമാർ പ്രതികരിച്ചത്.